വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ നമ്മുടെ അൽമസ്കറ്റ് സീരീസിൻ്റെ ഇടപെടികൾ തേടിയുള്ള യാത്ര ആകുമെന്ന് ഇവിടെ രാവിലെ തൊട്ട് നമ്മൾ ഒരു ഇൻട്രോ എടുക്കുന്നേ ഉള്ളൂ. സമയം 8:51 അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ നമ്മളെ ഇടവഴികൾ തേടിയുള്ള അൽമസ്കറ്റ് സീരീസ് എനിക്ക് തോന്നുന്നു ആ വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഷൂട്ട് ചെയ്തത് 19 തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ടിറങ്ങിയിട്ടില്ല. പിന്നെ വ്ളോഗ് ആയിട്ടെടുത്തത് ഇവളുടെ മറ്റേ പിറന്നാളിൻ്റെ അന്ന് അമ്പലത്തിൽ പോയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അൽമസ്കറ്റ് ഫാമിലിയിലും പിന്നെ നമ്മളതിനകത്ത് വന്നത് ഇതിൽ ഇൻ്റർവ്യൂ വ്ളോഗ് വേണം വന്നത്. അത് 21 തീയതി. അത് കഴിഞ്ഞിട്ട് തൊട്ടിട്ടേ ഇല്ല. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഡേറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇന്ന് 28 തീയതിയാണ്. സോ ഇന്നാണ് നമ്മൾ വീണ്ടും വ്ളോഗ് എടുക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഡെയിലി അല്ലെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പിട്ടൊക്കെ വ്ളോഗ് വരുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്തിരിക്കും. ഇപ്പോൾ ഷൂട്ട് ചെയ്ത് 28 തീയതിയത്തെ വ്ളോഗാണ്. നമ്മൾ ലാസ്റ്റ് 21 തീയതി വ്ളോഗ് എടുത്തിട്ട് പിന്നെ ഒന്നും എടുത്തിട്ടില്ല, ഒരു വ്ളോഗ് എടുത്തിട്ടില്ല. മറ്റേ ഇടവഴികൾ സീരീസ്, നമ്മുടെ അൽമസ്കറ്റ് സീരീസിൻ്റെ നടത്തം അതെടുത്തിട്ട് 19 തീയതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഡെയിലിയും ഇടയ്ക്ക് ഒരു ഷോർട്സും വരുന്നുണ്ട്, ഒരു വ്ളോഗും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു ദിവസം ഗ്യാപ്പിട്ട്, അല്ലെങ്കിൽ ഇന്ന് ഷോർട്സ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ വ്ളോഗ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഷോർട്സ് വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുക. നമുക്കിനി 8 തീയതി വരെയുള്ള വ്ളോഗ് ഷെഡ്യൂളാണ്. അടുത്ത മാസം 8 തീയതി വരെയൊക്കെയുള്ള വ്ളോഗും ഷെഡ്യൂളാണ്. ഇതിൻ്റെ ഷോർട്സ് കൂടെ കയറ്റി കഴിഞ്ഞാൽ അതും ഷെഡ്യൂളാകും. പക്ഷേ ഞാനിവിടെ എടുക്കാതെ ഇങ്ങനെ ഇരിക്കും. ഇനി കണ്ടൻറ്റ് എടുത്തിട്ടില്ല, കണ്ടൻറ്റും എടുക്കാനുണ്ട്. കണ്ടൻറ്റ് എനിക്ക് തോന്നുന്നു 1 തീയതി വരെയുള്ള കണ്ടൻറ്റ് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്, ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുക. പക്ഷേ ബാക്കി എടുത്തിട്ടില്ല. ഇന്ന് തൊട്ട് കണ്ടൻറ്റ് എടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ ഒരു 2 ഗെയിം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളിച്ച് നോക്കിയിട്ടൊന്നില്ല എക്സ്പീരിയൻസ് അറിഞ്ഞിട്ട് വേണം ഇന്ന് തൊട്ട് കണ്ടൻറ്റുകൾ വരാൻ. സോ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും കണ്ടൻറ്റുകളൊക്കെ കറക്റ്റായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ എല്ലാം ഷെഡ്യൂൾഡാണ് കേസ്. നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചാണ് കണ്ടത്. ഇവിടെ പറഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പോകുന്നുണ്ട്. ഞാൻ എന്തോ പറയുന്നതെന്ന് അറിയാം. ഇല്ലത്തോടെ ഒരാൾ നടക്കണം നോക്ക്. എന്താ നോക്കണത്? ഇത് നോക്കണം എന്താ വീട്ടിൽ എടുക്കുന്നത് മനസ്സിലായിട്ട് അടിക്കണണ്ടില്ലേ? നല്ല വെയിലുണ്ട്, കണ്ട വീഴ പിന്നെ എനിക്ക് എന്താ വയ്യേ. ഇതാണ് പരിപാടി. ഞാൻ വെയിൽ കാണിച്ചാൽ എനിക്കിത് കണ്ട ഈ വെയിലത്താണ് ഒരുത്തി ഇവിടെ നടക്കണത്. വട്ടം അവിടെ ക്ലീൻ ചെയ്യുന്നൊരു പുള്ളി വന്നിട്ടുണ്ട്. പുള്ളി നോക്കി ഏതാണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. എന്താ പുള്ളിയുടെ പുറകെ നടക്കുക. അടുത്ത് വന്നപ്പോഴത്തേക്ക് പേടിച്ചോടി തോന്നും. അത് കൈയിട്ട് വരാൻ വേണ്ടി ഓടുകയുള്ളൂ. സമയം 3:17. നമ്മൾ വേസ്റ്റ് കളയാൻ വന്നാണ് അവിടെ പോയി. അതെ, പൂച്ചയെ കണ്ടപ്പോഴത്തേക്ക് വരുത്തി നോക്കണം. പൂച്ച ഓടണം. എവിടെ പൂച്ച എവിടെ തന്നെ? അയ്യോ പൂച്ച എവിടെ? പൂച്ച പോയി. എവിടെ പോയി പൂച്ച? ആടെ പൂച്ച. അയ്യോ എന്ത് വെയിൽ ഗൈസ്, നോക്ക് നല്ല മുതുക്ക് വെയിൽ. എനിക്ക് കണ്ണുപോലെ കാണാൻ മേല. അങ്ങോട്ട് നോക്കുമ്പോഴും വെയിൽ, ഇങ്ങോട്ട് നോക്കുമ്പോഴും വെയിൽ. 3:17 ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ സമയത്ത് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്തത്. ഒടുക്കാതെ വെയിൽ. അയ്യോ കണ്ട വരാതെ തോളെ കയറി നല്ല വെയിൽ. ഇത് ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കാടിൻ്റെയും വെയിലിൻ്റെ എന്താ അതേപോലെ വെയിൽ തേട്ടുണ്ട്. മച്ചി അത് മുതുക്ക് വെയിൽ. ഈ സമയത്ത് സാധാരണ നമ്മൾ നടക്കാറിങ്ങനല്ല. ഞാൻ വേസ്റ്റ് കളയാൻ വന്നപ്പോൾ എൻ്റെ കൂടെ തോളച്ചാടി കയറിയതാണ്. അപ്പം ഇന്ന് വൈകിട്ട് എന്തായാലും നടക്കാൻ പറ്റും. ചിലപ്പോൾ ഇറങ്ങും. ഞാൻ രാവിലെ തൊട്ട് വ്ളോഗ് ഓണാക്കിക്കൊണ്ട് കണ്ടിന്യൂ ആയി പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഓരോരോ കാര്യത്തിന്. അയ്യ എൻ്റെ അമ്മ, എന്തായാലും നമുക്ക് പോകാം റൂമിലേക്ക്. ഇവിടെ നിന്ന് കഴിഞ്ഞ് ഇവിടെ തുടങ്ങും. നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിൽ. അയ്യോ അടാ ഒട്ടുക്കത്തെ വെയിൽ.
ഇത് കണ്ട ഇവിടെ മറ്റേ ഈ ഒന്നും വണ്ടി കഴുകാനും പണിക്കൊക്കെ വന്നവരുടെ വണ്ടി ഇത് കണ്ടോ സാധനം. ഞാൻ ഈ സാധനം മറ്റേ ചൈനയിൽ അവരുടെ വീഡിയോക്കകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു വണ്ടി. ഇവിടെ എന്തോ പെയിൻറ്റ് പണി നടക്കുക. ഇവിടെ മറ്റേ പാകിസ്ഥാനി ടീം വീട് മാറി പോയായിരുന്നു. അതിന് വേണ്ടി ക്ലീൻ ചെയ്യാൻ എന്തൊക്കെ നടക്കുക. നല്ല മണ്ണെണ്ണയുടെ മറ്റേ ഇതിൻ്റെയൊക്കെ മണം. നമ്മളത് ഇവിടെ ഒരു പാകിസ്ഥാനുണ്ടായിരുന്നു, പാകിസ്ഥാനി അവരുടെ ഈ വീട് ഇവിടെ ലൈറ്റ് ഇട്ടിരിക്കുന്ന അകത്ത് ആളുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ അവന്മാരുണ്ടായിരുന്നു, അപ്പോൾ അവർ ഷിഫ്റ്റായിപ്പോയി. തീ എവിടെ പോണ്? അതാണ്ട് ഓർമ്മ എൻ്റെ മേത്തെന്ന് അറിയാം. എവിടെ പോണ്? എവിടെ പോണ്? എന്താ പുറത്തിറങ്ങി ഇതാണ് പണി. അങ്ങ് പോയേക്കുവാ. അതുകൊണ്ടാണ് ഇവിടെ പുറത്തധികം ഇറക്കാൻ പറ്റാത്തത്. ചൂടുണ്ട്. എന്നിട്ട് ചെരുപ്പിടാൻ നടക്കാൻ നോക്കിയുള്ള കൂടെ വെയിലുണ്ടോ? ചൂടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. അതാണ് കണത്. പോവാ, അത്തോട്ട് പോവാം. പോവാ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ കുത്തിയിരുന്നു. അപ്പോൾ ഞാൻ ഒരു ലൈവ് ഇട്ടാലോ എന്ന് ആലോചിക്കുക. നമ്മുടെ വ്ളോഗ് ചാനലിൽ, ഗെയിം ചാനലിൽ എവിടെയെങ്കിലും ഒരു ലൈവ്. അന്ന് വ്ളോഗ് ചാനലിൽ ലൈവ് ഇട്ടായിരുന്നു. അത് ഞാൻ ഡിലീറ്റും ചെയ്ത് കളഞ്ഞു. കാര്യം കുറച്ച് കാര്യം ഇട്ടുള്ളൂ. അന്നേരത്തേക്ക് അപ്പം അടുത്ത നമ്മുടെ ഇവിടെ ഒരു പയ്യനുണ്ട്. അപ്പോൾ ആ പയ്യൻ ഓടി കയറി വന്ന കാരണം പയ്യൻ ആരും വന്ന അന്നേരം അത് കാരണം ഞാൻ നിർത്തിയതാണ് ലൈവ്. ലൈവ് ഇടണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് സെറ്റാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ഇട്ടാലോ എന്ന് ആലോചിക്കുക. പിന്നെ ഈ വ്ളോഗ് പറ്റി വലിച്ചു നീട്ടാനും സ്ഥലമില്ല. കാര്യം അവൾ താഴത്തെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോൾ നടക്കാൻ വേണ്ടി പോയിരുന്നു അവളെ കൊണ്ട്. ഇപ്പോൾ ഇറങ്ങി വരണം. അപ്പം നമ്മളപ്പുറത്തെ ഫാമിലീസ്, തമിഴ് ഫാമിലി ഉണ്ടല്ലോ. അപ്പോൾ അവരെ കാണുമ്പോഴത്തേക്ക് അവൾ നേരെ ഓടി കയറും. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ അവർ വാതിലിറങ്ങാൻ കണ്ട് നേരെ അതിനകത്തോട്ട് ഓടി കയറി. അത് കാരണം ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കണ്ടൻറ്റിന് വേണ്ടി കണ്ടൻറ്റ് ഇല്ല. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുക. ഈ സമയത്താണ് ഇറങ്ങുന്നത് മെയിനായിട്ട്. ഇപ്പോൾ എത്ര മണിയായി? 6:01 നമ്മൾ 5:30 ടൈം ആകുമ്പോൾ ഇറങ്ങും. 5:30-6 മണിക്കാണ് നമ്മൾ നടക്കാൻ ഇറങ്ങുന്നത്. ഇപ്പോൾ ഇനി കണ്ടൻറ്റൊന്നും ഇല്ലാത്ത കാരണം ഞാൻ എന്തെടുത്ത് വലിച്ചു നീട്ടുമെന്ന് വിചാരിക്കും. മിക്കവാറും ഷോർട്സ് ആയിട്ട് വരും. പക്ഷേ ലെങ്ത് ഉണ്ടാവും. മിക്കവാറും ഞാൻ ഷോർട്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ലെങ്ത് ഉണ്ടാവും. നെയ്മുളക് വരും. ഇനി അല്ലെങ്കിൽ ഞാൻ 2 എപ്പിസോഡ് ഒന്നായിട്ട് എടുക്കാൻ പോവാണ്. എന്തായാലും ഇത് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒന്നെങ്കിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് നാളത്തെ സീനായിരിക്കും വരുന്നത്. അല്ല ഇന്നത്തെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യും. ഷോർട്സിനുള്ളതാണെങ്കിൽ ഇന്നത്തെ കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഞാൻ എന്തായാലും നോക്കിയിട്ട് നാളത്തേക്കുള്ളത് സെറ്റാക്കാം ഗൈസ്. അപ്പം ബൈ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിച്ചം ഉണ്ടെങ്കിൽ നാളെ വരും. ഞാൻ ഇപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ ഒരു കിടക്കണം മുതൽ കണ്ടോ. ഞാനിത് ഏത് വണ്ടിയിൽ നിന്ന് ഇവിടെ ഇരുന്ന് ചുമ്മാ ഇപ്പം നോക്കിയപ്പോഴാണ് കണ്ടത്. ഡോഡ്ജ് കിടക്കുന്ന കിടപ്പ് കണ്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ ആ പാർക്ക് ചെയ്ത ആ ഡോഡ്ജ് ആണോ എന്ന് അറിയത്തില്ല. അതല്ല സോറി. അപ്പോൾ അതല്ല, അത് ഇച്ചിരൂടെ ഒരു വിൻറ്റേജ് ലുക്ക് ഉണ്ടായിരുന്നു. ഇത് ഇച്ചിരൂടെ പുതിയതാണ്, എന്നാൽ അത്ര പുതിയതല്ല. ഇപ്പോഴത്തെ ഡോഡ്ജ് അല്ല, എന്നാൽ ഒരു മിഡിൽ ഏജ് ഡോഡ്ജ്. ഇതിവിടെ കിടക്കുന്ന കാര്യം ഞാൻ ഓർത്തില്ല. ഞാൻ വിചാരിച്ച മറ്റേ ഹിൻഡേ അല്ലല്ലോ, അതിനെ ഹുണ്ടയുടെ ക്രേറ്റോ അങ്ങനെ ഏതാണ്ടാ കിടക്കുന്നതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇവിടെ. ഇപ്പോഴാണ് ഞാൻ അപ്പുറത്തെ ഒരു ഡോഡ്ജ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട. ഈ ലൈറ്റ് കൂടെ കണ്ടപ്പോഴാണ് ഞാൻ ലൈറ്റും ഫ്രണ്ടും കൂടെ നോക്കിയപ്പോഴാണ് എനിക്ക് സാധനം പിടികിട്ടിയത്. കണ്ടോ, നേരമൊക്കെ ഇരുട്ടി വരുന്നു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. സൺസെറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോഴാണ് ഈ മുതൽ കാണിച്ചത്. നേരത്തെ ഇവിടെ കിടന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷേ ഇപ്പോഴാണ് മുതലിനെ കണ്ടത് ഗൈസ്. ഇവിടെ കൂടെയാണ് നമ്മൾ രാവിലെ നടക്കാൻ പോകുന്നത്. അവിടെ തുണിയൊക്കെ കിടപ്പുണ്ട്. ഇതിലെ കൂടെയാണ് നമ്മൾ ഈ നടന്ന് പോകുന്നത് രാവിലെ. ഇങ്ങോട്ട് നോക്കിയാലും മല, ഇങ്ങോട്ട് നോക്കിയാലും മല, അങ്ങോട്ട് നോക്കിയാലും മല. എന്തൊരു കഷ്ടത്. ഇവിടെ ഒന്നും മണൽ മാഫിയ ഇല്ലെന്ന് ചോദിക്കണം. ഇവിടെ മല തിരക്കുന്ന ടീംസൊന്നും ഇല്ല. ഇതൊക്കെ ഞാൻ മറ്റേ പണിയെടുത്തോണ്ടിരുന്ന സമയത്തായിരുന്നെങ്കിൽ മറ്റേ ഞങ്ങളുടെ ഇവിടുത്തെ എക്സ്കവേറ്ററൊക്കെ വന്നിരുന്നെങ്കിൽ ഇതൊക്കെ തുറന്നുകൊണ്ട് പോയാണ്. നമ്മുടെ അവിടെ മൊത്തം കോറികളാണിപ്പോൾ. ഇതുപോലെ തുരന്ന് എവിടെ മല കണ്ടാലും അപ്പം തുരക്കും. ഞാൻ ആലോചിക്കണം ഇതൊന്നും തുരക്കാൻ ആളില്ല എന്നാണ് ആലോചിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലായിരുന്നു. എപ്പോൾ തുരന്ന് ഇപ്പം ഇവിടെയൊക്കെ ഫുള്ള് ഒന്നെങ്കിൽ ഫ്ലാറ്റ് വന്നേനെ, എന്തെങ്കിലും വീടോ പരമ്പോ അങ്ങനെയൊക്കെ ആയി വന്നേനെ. ഇത് മൊത്തം തുരച്ചതിനെ അവിടെ കണ്ട തുരക്കാതെ ആ കനയെ നിൽക്കുന്നു. തുരന്നിട്ടില്ല എന്ന് പറഞ്ഞില്ല. ഇതൊക്കെ മലയായിരുന്നുണ്ട്. ഇതൊക്കെ മലേൻ്റെ ഭാഗങ്ങളായിരിക്കുന്നു. അതൊക്കെ തുരന്നാണ് ഇത്രയും ബിൽഡിങ് ഇവിടെ വന്നിരിക്കുന്നത്. ഭാവിയിൽ തുരക്കുമായിരിക്കും ഇതൊക്കെ. നല്ല രസമുണ്ട് പക്ഷേ ഇത് കാണാൻ. നമ്മളെന്തോ മറ്റേ
ഗുഹയ്ക്കകത്ത് പെട്ടിരിക്കുന്ന പോലത്തെ അവസ്ഥയത്. ചുറ്റും മല മാത്രമേ ഉള്ളൂ. ഒരു ഭീകരമായ അന്തരീക്ഷം. കാറ്റില്ല ഗൈസ്, അതാണ് വിഷയം. ചെറുതായിട്ട് കാറ്റടിക്കുന്നതേ ഉള്ളൂ. നല്ലപോലെ കാറ്റുണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ വന്നിരുന്നത് നേരത്തെ. അല്ലെങ്കിൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വന്നിരിക്കാമെന്ന് വിചാരിച്ചേ. ഇപ്പോൾ ഞാൻ അവിടെ കൂടെ നടക്കാൻ ഇറങ്ങിയിട്ട് അവിടെ നേരെ അപ്പുറത്തോട്ട് പോയ കാരണം ഞാൻ നേരെ ഇവിടെയും വന്നിരുന്നു. അവിടെ താഴെ കൂടെയൊക്കെ ഏതൊക്കെ വണ്ടി പോകണം. അവിടെ മറ്റേ ദൂരത്ത് ഇല്ലാണ്ട് മറ്റേ വണ്ടിയുടെ പോകുന്നു. ടൊയോറ്റൻ്റെ ലാൻഡ് ക്രൂസർ അല്ലല്ലോ, അതന്നെ ലാൻഡ് ക്രൂസറിൻ്റെ പിക്കപ്പ്. ഇവിടുത്തെ പ്രാവ് വിദൂരത. അവിടെ കൂടെ BMW പോകുന്നു. പക്ഷേ എനിക്ക് ഈ ഫോൺ ഒന്ന് മാറ്റണമെന്നുണ്ട്. പക്ഷേ ഇതിൽ വ്ലോഗ് എടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് ഒരുമാതിരി വെട്ടി വേർത്ത ഒരുമാതിരി കിളർ കൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫോൺ, അതിനെപ്പറ്റിയുള്ള പരിപാടിയിലാണ്. ഇവിടുത്തെ പരിപാടി എനിക്കറിയത്തില്ല. നാട്ടിലായിരുന്നു ഞാൻ എന്താ എടുത്തേനെ. ഫണ്ട് അത്യാവശ്യം ഒന്നും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഫണ്ടൊന്നും ഇല്ല. ഒരു 20 രൂപയ്ക്ക് നിൽക്കുന്ന നല്ലൊരു ഫോണാണ് ഇന്ന് നോക്കണം. ക്യാമറ ഞാൻ മെയിനായിട്ട് നോക്കണം. എനിക്ക് ഈ ക്യാമറ ഒന്ന് മാറ്റി ഇച്ചിരി ക്ലിയറായിട്ട് കിട്ടണം. അത്ര വലിയ വെടിയും പുകയൊന്നും വേണമെന്നില്ലെങ്കിലും എന്നാലും ഫ്രണ്ട് ക്യാമറ ഇതിൻ്റെ മോട്ടറോള ഓക്കെയാണ്. ഈ ഒരു 30 മോട്ടറോള ഫോൺ കിടിലാണ്, ക്യാമറയൊക്കെ പക്കയാണ്. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിരിക്കുന്ന ഈ G32 ക്യാമറേൻ്റെ കാര്യത്തിൽ മാത്രം ഉള്ളൂ വെച്ചാൽ എനിക്കിത് ഫ്രണ്ട് ക്യാമറ ഓക്കെയാണ്ട. ഫ്രണ്ട് ക്യാമറ നല്ല രസം എടുക്കാനായിട്ട് വിഷ്വൽസ്. പക്ഷേ ബാക്ക് ക്യാമറ ചില സമയത്ത് നല്ല വട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഒരുമാതിരി വെളുത്ത്, അതായത് ഓവർ ബ്രൈറ്റ്നസ് കൂടിയിരിക്കും. ഇത് കണ്ട, ഇത് ഈ ലെവലിലാണ് കിട്ടണമെങ്കിൽ ഓക്കെ. ഇത് കണ്ട, ഈ ഒരു ഇതിൽ നമുക്ക് നല്ല രസമുണ്ട് എടുക്കാനായിട്ട് ഈ ഒരു ക്യാമറ ഫ്രണ്ടിൽ. പക്ഷെ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വെട്ടം കൂടുതലാണ്, ഒരുമാതിരി വെട്ടി വളർത്തിരിക്കും, അതായത് വിളറിയിരിക്കുന്ന പോലെയൊക്കെ തോന്നും നമുക്ക് കുറേ വിഷ്വൽസ്. അത് നമ്മൾ എത്ര എഡിറ്റ് ചെയ്താലും ഒരുമാതിരി പൊട്ടിയ പോലിരിക്കും. അതുപോലെ തന്നെ നൈറ്റ് ഈവൻ ഈ സമയത്തൊക്കെ എടുക്കാനാണ് നല്ല. ഈ ലൈറ്റിൽ നമ്മുടെ ബാക്ക് ക്യാമറയിൽ എടുക്കാൻ നല്ല രസമാണ്. എനിക്ക് വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇറങ്ങുന്നത് മെയിനായിട്ട്. പിന്നെ രാവിലെ എടുത്താൽ കുഴപ്പമൊന്നുമില്ല, അത്ര വെട്ടമില്ലെങ്കിൽ ഓക്കെ. പക്ഷെ നല്ല വെട്ടത്തിലാണെങ്കിൽ ഒരുമാതിരി വിളറിയിരിക്കും. ഇവിടെ നോക്കാം, എനിക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ. അപ്പം നല്ലൊരു ഫോണാണ് നോക്കണത്. കണ്ട ഈ ഒരു ഇതിൽ നമുക്ക് നോക്കിയെടുക്കാൻ തോന്നുന്നുണ്ട. നല്ല ഫോക്കസിൽ എനിക്ക് കിട്ടുന്നുണ്ട്. കണ്ട കൈയൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ബാക്ക് ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ ഒരുമാതിരി വെട്ടി വേർത്തിരിക്കും, വിളറിയിരിക്കും. ഓവറായിട്ട് ബ്രൈറ്റ്നസ് കൂടും. നല്ല വെട്ടം ഉണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ ഔട്ട്ഡോറൊക്കെ എടുക്കുമ്പോൾ ഒരു ഓവർ വെട്ടം കൂടിയ പോലെ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഫോൺ മാറ്റാം. അത്യാവശ്യം ക്യാമറ സ്പെക്കും അത്യാവശ്യം സ്റ്റോറേജ്. എനിക്ക് തോന്നുന്നു 20 ഒരു ബഡ്ജറ്റ് 25 താഴെയാണ് നോക്കണം. 23 ഇല്ല, എന്നാലും 25 താഴെ നോക്കുന്നുണ്ട്. നാട്ടിൽ പോയിട്ടെടുക്കാനാണ് വിചാരിച്ചത്. ഓണത്തിന് ഓഫറൊക്കെ ഉണ്ടാകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നാട്ടിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു മാർഗ്ഗമില്ല. പക്ഷെ എന്തായാലും ഇവിടെ വില കുറവാണെന്ന് കേട്ടു ഫോൺ. പക്ഷേ ഇനി അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് അതും പറ്റണില്ല. വേറെ മൊത്തത്തിൽ പെട്ടിരിക്കുക. ഫണ്ട് വന്നപ്പോഴത്തേക്ക് ഫോൺ എടുക്കാൻ പൈസ ഇല്ല. എനിക്ക് നേരത്തെ നാട്ടിൽ വെച്ച് ഫോൺ എടുക്കാനുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കി, പക്ഷേ ഫണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഫണ്ട് കിട്ടിയപ്പോഴത്തേക്കും ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ എന്തായാലും ഒരു ഫോൺ മാറ്റുന്നുണ്ട്, ഉടനെ ഒരു മാറ്റം. അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തും സാംസങ് എന്തായാലും കൊടുക്കത്തില്ല. ഇത് കൊടുത്തിട്ട് എക്സ്ചേഞ്ചിലും എല്ലാം എടുത്തിട്ട് ബാക്കിക്ക് എമൗണ്ട് ഇടാൻ പോവുകയാണ്. എന്തായാലും ഒരു ഫോൺ എന്തായാലും ഉടനെ എടുക്കുന്നുണ്ട് നമ്മൾ. സോ ഗൈസ്, അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ഫ്ലോർ. മിക്കവാറും എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വെച്ച് എടുക്കണമെന്നുണ്ട്. എന്തായാലും എടുക്കാൻ പറ്റുകയാണെന്ന് തന്നെ ഉടനെ ഒരു ഫോൺ എടുക്കും. ഇത് മാറ്റാൻ സമയമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു 2 വർഷമാകാൻ പോകുന്നു ഈ ഫോൺ ഇപ്പം നമ്മുടെ കയ്യിൽ വന്നിട്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് സാലറിക്ക് എടുത്ത ഫോണാണ്. ഞാൻ അതായത് ഈ ജോബിന് കയറിയിട്ട് ഫസ്റ്റ് സാലറിക്ക് എടുത്ത ഫോണാണ് മോട്ടോറോള G32. ആ സമയത്ത് 15 രൂപ കയറി അന്നേരം തന്നെ എടുത്തു. എനിക്ക് തോന്നുന്നു 15,200 എനിക്ക് സാലറി അന്ന് കയറി ആ മാസം. ഞാൻ എന്നിട്ട് എൻ്റെ അക്കൗണ്ടിലും കുറച്ചുണ്ടായിരുന്നു, 15,500 സംതിങ് ആയിരുന്നു ഈ ഫോണിന്. 300 രൂപയുടെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കയറ്റി അങ്ങനെ വെച്ചാണ് ഞാൻ ഫുൾ ഓൺ പേയ്മെൻറ്റിൽ മറ്റേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തായിരുന്നു ഈ ഫോൺ. അന്ന് ഫോൺ അത്യാവശ്യമായിരുന്നു. അന്ന് എൻ്റെ സാംസങ് താഴെ വീണ്. ഞാൻ ഇതുപോലെ എവിടെയോ ട്രിപ്പ് കൊടികുത്തി മലയും കണ്ട് മലപ്പുറത്ത് വെച്ച് ട്രിപ്പ് പോയപ്പോഴത്തേക്കും ബൈക്കിൽ മാപ്പ് വെച്ചിരിക്കുകയായിരുന്നു. അന്നേരം മറ്റേ മൊബൈൽ ഹോൾഡർ ഇല്ലായിരുന്നു. സോ ആ സമയത്ത് ഫോൺ തെറിച്ച് പോകുമായിരുന്നു. ഞാനത് ബാറ്ററി ആയപ്പോഴത്തേക്കും ഫോൺ തെറിച്ച് പോയി, ഡിസ്പ്ലേ ഇതുപോലെ വീണ് പൊട്ടി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സാംസങ് ഇപ്പോൾ വീണ് ശീലമായി. ഇതിപ്പോൾ വീഴാതെയൊന്നും ഇല്ല കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഈ ഫോൺ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 6 തവണയെങ്കിലും ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ട്. 6 തവണയെങ്കിലും മിനിമം 6-7 തവണ മാറ്റിയിട്ടുണ്ട് ഈ ഫോണിൻ്റെ. ഈ ഫോൺ കൈ വന്നിട്ട്.
വീണ ശേഷം പിന്നെ വീഴ്ചയോട് വീഴ്ച. എനിക്കൊന്നും ഇത് വീഴാത്ത സമയമൊന്നുമില്ല. ഇപ്പോൾ ചുമ്മാ തറയിലൊക്കെ വീഴും. ഞാൻ ഗ്ലാസ് എല്ലാ പ്രാവശ്യം ഡിസ്പ്ലേക്ക് വേണ്ടി ഗ്ലാസ്സിന് വേണ്ടി ഞാൻ പറയും അവന്മാരോട്, ചേട്ടാ ഗ്ലാസ് ഇട്ട് തന്നേക്കണേ. അപ്പോൾ അവന്മാർ അന്നിടാൻ മറന്നു. എപ്പോൾ ഞാൻ ഈ സാംസങ്ങിൻ്റെ ഫോൺ കൊണ്ട് കൊടുത്തിട്ട് ഡിസ്പ്ലേ മാറുമ്പോഴും ഞാൻ പറയും, ചേട്ടാ ഗ്ലാസും കൂടെ സെറ്റാക്കിയിട്ട് വേണം ഇടാൻ. കാര്യം ഒരു ഡിസ്പ്ലേ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മണ്ടയിലോട്ട് തിരുവി കയറ്റാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അവർ പറയും ഡിസ്പ്ലേ ഒട്ടിച്ച കാരണം സീനാണ്. നമ്മൾ നിന്നുകൊണ്ട് നമുക്കറിയാവുന്ന കാരണമാണ്. ഒന്നെങ്കിൽ അന്നേരം തന്നെ ഒട്ടിച്ചു വിടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവർ ഒട്ടിച്ച് കഴിഞ്ഞ് ഡിസ്പ്ലേ സെറ്റായി പശയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ തീർന്നു. പിന്നെ അവന്മാർ ഒട്ടിക്കില്ല. പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടുവരാൻ പറയും. ഞാൻ കൊണ്ടുവരത്തില്ല, ഞാൻ ആ കാര്യം മറന്നു പോകും. പിന്നെ അടുത്ത വീഴ്ചയിലായിരിക്കും ഇത് ഓർക്കണത്. അല്ലെങ്കിൽ അടുത്തൊരു വീഴ്ച പൊട്ടി വീഴുമ്പോഴായിരിക്കും നമ്മൾ ഇതിൻ്റെ സ്ക്രീൻ ഗാർഡിൻ്റെ കാര്യം ഓർക്കണത്. ഇതിപ്പം എടുത്തെടുത്ത് എത്ര പ്രാവശ്യം ഡിസ്പ്ലേ മാറിയിട്ട് ഇതുവരെ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടില്ല. ഈ ഫോൺ മേടിച്ചിട്ട് ഇതുവരെ ഇതിനകത്ത് സ്ക്രീൻ ഗാർഡ് ഒട്ടിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഈ ഫോൺ മോട്ടറോള ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ അടുത്താണ് ഈ ഫോൺ വീണ് പൊട്ടാൻ തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് വെച്ച് ഞാൻ സ്വിഗ്ഗിയിൽ ഏതോ ഓർഡർ കൊടുക്കാൻ വേണ്ടി ഫോണിങ്ങനെ വെച്ചിട്ട് സാധനം എടുത്തപ്പോഴത്തേക്ക് എൻ്റെ കൈ തട്ടിയത് വീണു. അങ്ങനെയാണ് പൊട്ടി ഫസ്റ്റ് പോകുന്നത്. അതുവരെ ഇത് വീണിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ പൊട്ടിയിട്ടില്ല. വീഴൊക്കെ ചെയ്യും അതുപോലെ തെറിച്ച്. പക്ഷെ ഇതിങ്ങനെ തന്നെ എന്ന് വീണം, അതായത് ഇങ്ങനെ നേരെ എന്ന് വീണം. അങ്ങനെയാണ് അത് പൊട്ടലുണ്ടായത്. ഇതും പൊട്ടി. മിക്കവാറും എന്തായാലും നമ്മൾ പുതിയ ഫോൺ എടുക്കും. ഇതെന്തായാലും വിട്ടുകളയില്ല, ഇതെനിക്ക് വേണം. കാര്യം ഇത് ഒരു സാധനം, ഇതൊരു പ്രഷ്യസ് മുതലാണ് കേസ്. ഞാനത് ഫോട്ടോ എടുക്കാൻ നല്ല ദിവസം വീഡിയോയും കൊള്ളാം. പക്ഷെ നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അത് പൊട്ടിപ്പോകുന്നേ ഉള്ളൂ. എനിക്ക് ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിലെടുത്തതും അതിലെടുത്തതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. കാര്യം ഇതിലെടുത്ത് കുറച്ച് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കളർ ഗ്രേഡിങ് വരുമ്പോഴത്തേക്ക് ഒരുമാതിരി പൊട്ടിച്ചേറിയിരിക്കും. കുറേ ഇങ്ങനെ കുറേ എഫക്റ്റൊക്കെ വന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ വീഡിയോ നോക്കി കഴിഞ്ഞാലും കാണാം. അത് ഇതിലെടുക്കുന്നതുകൊണ്ടാണ്. നൈറ്റ് വിഷ്വൽസ് എല്ലാം ഇതിലെടുക്കുന്നത്. ആ എടുത്തിരിക്കുന്ന എല്ലാം അതുപോലെ പൊട്ടിയിട്ടുമുണ്ട്. സോ അതുകൊണ്ട് ഇതെന്തായാലും കളയണോ വേണ്ടോ എന്നുള്ള ആലോചനയാണ്. ഇതെനിക്ക് തോന്നുന്നു ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് തോന്നുന്നു 5 വർഷം ഏതാണ്ടായെന്നാണ് തോന്നുന്നത്. 5 ഞാൻ പറയാം 5 അല്ല 4 വർഷം ഏതാണ്ടായി എനിക്ക് ഈ ഫോൺ കയ്യിൽ കിട്ടിയിട്ട്. 4 ആകാറായെന്ന് തോന്നി ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങി. 4 അല്ല 5 ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും 5 വർഷം 4 വർഷം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങി. ഇതൊക്കെ വിട്ടുകളയാൻ തോന്നുന്നില്ല, അതും വിട്ടുകളയാൻ തോന്നുന്നില്ല. പക്ഷെ എന്തായാലും മാറ്റിയേ പറ്റുള്ളൂ. എനിക്കിപ്പോൾ വ്ളോഗ് ചെയ്യുന്ന കാരണം നമുക്കൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം. എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണിച്ചു തരാം. ഇതെന്താ ഈ ഒരു സാധനം കണ്ട, ഈ ഒരു സാധനം നമുക്ക് ഫ്രണ്ട് ക്യാമിൽ എത്രയാണെന്ന് വെച്ച് എടുക്കാൻ പറ്റില്ല. പക്ഷേ ബാക്ക് ക്യാമറ എടുക്കണമെന്നുണ്ട്. അവിടെ ഉണ്ട്. അപ്പം ബാക്ക് ക്യാമറ എടുക്കുമ്പോഴത്തേക്കും അത് ക്ലിയറായിട്ട് ഇപ്പോൾ വേണേൽ കിട്ടും. പക്ഷെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനില്ല. എനിക്ക് ചിലതൊക്കെ കാണുമ്പോൾ എടുക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഈ ക്യാമറ ഓർക്കുമ്പോൾ എടുക്കണ്ടെന്ന് വിചാരിക്കും. ഇതിനും പ്രശ്നമുണ്ട് ഗൈസ്. നല്ല ഫോട്ടോ എടുക്കുന്നത് നല്ലതാണ്, ക്യാമറയൊക്കെ എടുക്കാൻ നല്ല. പക്ഷേ എഡിറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. അതുകൊണ്ട് എനിക്കിപ്പം കണ്ടൻറ് ക്രിയേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പറഞ്ഞില്ല എനിക്ക് കൂടിയിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് ഫുൾ വ്ളോഗായിട്ട് വരും. അപ്പം നാളെ എന്തായാലും വേറെ വ്ളോഗ് വരും. പിന്നെ അതിന് വേണ്ടി ചുമ്മാ വലിച്ചിട്ടൊന്നല്ല. എന്തായാലും ഞാൻ ഇപ്പോഴാണ് ഈ ഫോണിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ബെസ്റ്റ് ഫോൺ ഒന്ന് സജസ്റ്റ് ചെയ്യാം ഗൈസ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വ്ളോഗ്. ഇനി ഞാനൊന്നും വരുന്നില്ല ബാക്കി കൊണ്ട്. നാളെ അടുത്ത വ്ളോഗായിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് വരും. ഞാൻ എന്തായാലും കണ്ടൻറ്റ് എഡിറ്റ് ചെയ്യട്ടെ, സമയം പോകുന്നു. ഇനി കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാനുണ്ട്. 2 കണ്ടൻറ്റ് നമ്മളെ ഗെയിമിംഗ് ചാനലിന് വേണ്ടി 2 കണ്ടൻറ്റ് ഷൂട്ട് ചെയ്യാനുണ്ട്. സോ അതെന്തായാലും ഷൂട്ട് ചെയ്യണം. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിരുന്നു. അതിന് കുറച്ച് നേരം പാട്ടൊക്കെ ആയിട്ട് ചില്ല് ചെയ്യണം, എന്നിട്ട് പോകണം. അപ്പം മറ്റൊരു വ്ളോഗായിട്ട് വരാൻ കഴിച്ച്. നമുക്ക് വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല എല്ലാ വ്ളോഗിലും. നമ്മളിപ്പോൾ അൽമസ്കറ്റ് സീരീസ് തുടങ്ങിയിട്ട് നടക്കേണ്ടത് മാത്രമേ ഉള്ളൂ. വലിയ കണ്ടൻറ്റായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് ഒന്നും കിട്ടുന്നില്ല കഴിച്ച്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കമൻറ്റിൽ അറിയിക്കും കേട്ടോ. എനിക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇഷ്ടമാകുന്നില്ലേ, എന്തായാലും കമൻറ്റ് നിങ്ങൾക്ക് അറിയിക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ എന്തായാലും കമൻറ്റ് കാണുന്നതൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഗെയിമിംഗ് ചാനലിലും വ്ളോഗ് ചാനലിലും 2ലും കമൻറ്റ് വരുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. സജഷൻസിന് സജഷൻ പറയുന്നതിനൊക്കെ നമ്മൾ ഓക്കെ ആയി നമ്മൾ എടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഏത് വീഡിയോ അത് എൻ്റെ ഇൻ്റർവ്യൂ വ്ളോഗ്, അതിൻ്റെ ഞാൻ വോയിസ് ഓവർ ചെയ്ത ഓഡിയോയും വീഡിയോയും തമ്മിൽ ഡിഫറൻസ്, അതായത് ഒരു ഡിലേ ഉണ്ട്. അതായത് വീഡിയോ പോയി കഴിഞ്ഞിട്ടാണ് ഓഡിയോ വരുന്നതെന്ന്. അപ്പോൾ അത് ഞാൻ കണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. കമൻറ്റ് ഇട്ടവർക്കൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ സെറ്റാക്കാമെന്നാണ് പറഞ്ഞത്.
ഈ വോയിസ് ഓവർ ഇപ്പം ചെയ്യുന്നില്ല. കാര്യം നമ്മളിപ്പം ഓൺ വോയിസ് ആണല്ലോ. നമ്മളിപ്പോൾ അൽമസ്കറ്റ് സീരീസ് എടുക്കുന്നതൊക്കെ നമ്മുടെ ഇതുപോലെയാണല്ലോ പോകുന്നത്. നമ്മളിപ്പോൾ വോയിസ് ഓവർ ഇപ്പോൾ കുറഞ്ഞ കാരണം ഇപ്പോൾ വോയിസ് ഓവർ ചെയ്തിട്ട് ഒരുമാതിരി ഇരിക്കുന്നു. സോ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ സെറ്റാക്കുന്നുണ്ട്. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനി അത് കഴിഞ്ഞിട്ട് തന്നെ ഈ വീഡിയോ ആയിരിക്കും. അല്ല നിങ്ങളെന്തായാലും ഇൻ്റർവ്യൂ വ്ളോഗ് കഴിഞ്ഞിട്ട് ഒരു വ്ളോഗ് കൂടെ എന്തായാലും ഇറങ്ങിയിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നു ഈ മാസം 7-ാം തീയതി വരേക്ക് 9-ാം തീയതി ഇപ്പോൾ ഒരു ഷോർട്സും കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. അതായത് 7-ാം തീയതി വരെ ഒരു വ്ളോഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് വ്ളോഗ് ഷോർട്സ് അങ്ങനെയാണ് പോകണം. അപ്പം 7-ാം തീയതി വരേക്ക് വ്ളോഗും ഷോർട്സും സെറ്റ് 9-ാം തീയതി വരെ ഷോർട്സ് സെറ്റാക്കി വെച്ചു. 9-ാം തീയതി വരേക്കുള്ള കണ്ടന്റ് നമ്മളെ സെറ്റാണ്. ഇനി അത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്ന എത്ര തീയതി? ഇന്ന് 28. ഇത് 28-ാം തീയതി ഷൂട്ട് ചെയ്യണം. പക്ഷേ വരുമ്പോൾ എനിക്ക് തോന്നുന്നു 10-ാം തീയതി 11-ാം തീയതി അല്ലെങ്കിൽ അല്ല 9, 10, 10-ാം തീയതി ആയിരിക്കും ഇത് വരുന്നത്. അല്ല 11-ാം തീയതി ആയിരിക്കും വ്ളോഗ് വരുന്നത്. അടുത്ത മാസം സെപ്റ്റംബർ 11-ാം തീയതി ആയിരിക്കും തന്നെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓണം വ്ളോഗ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഒരു ഓണം വ്ളോഗ് വരും. നിങ്ങളെന്തായാലും അതൊക്കെ കണ്ടിട്ടായിരിക്കും ഇതൊക്കെ കാണണം. അതാണ് ഏറ്റവും വലിയ കോമഡി. ഞാനിപ്പോൾ ഒരു ലൈവും ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞു ലൈവൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഇതൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു എന്ന് ആലോചിക്കുക ഗൈസ്. അപ്പം മറ്റൊരു വ്ളോഗ് ആയിട്ട് വരാം. ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ അറിയിക്കാം. നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ സ്വീകരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ മറ്റൊരു വ്ളോഗ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.